കേരളത്തിലെ ആദ്യത്തെ വേറെ കാര്യം അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ഈ ഫോട്ടോ, അതായത് ഹസിയുടെ ഫോട്ടോ കുറേ പേരെ കാണിച്ചു. അത് കാര്യം ഐഡന്റിഫൈ ചെയ്തല്ല ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യം. അപ്പം ഞാൻ കുറേ ഫ്രണ്ട്സിന് അയച്ചു, ഗ്രൂപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് 2-3 ആളിയാ ഇവളുടെ ഇന്റർവ്യൂ എടുക്കാൻ പോതോ എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ അതിനകത്ത് 2 മീനിങ് ഉണ്ടൊന്ന്. ഒന്ന് താങ്കളുടെ ഫോട്ടോ എടുത്തതിൻ്റെ ആ മീനിങ്, 2 ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ടല്ലോ മീനിങ് വരും. അപ്പോൾ ഈ 2 മീനിങ്ങിലും എന്താ പറയാനുള്ളത്? കാര്യം ആ കോസ്റ്റ്യൂമിലുള്ള, അതായത് നമ്മളിപ്പം മലയാളത്തിൽ പറഞ്ഞ പൊക്കിൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന മോഡൽസ് ആണെങ്കിലും ഇപ്പോൾ വരുന്ന കോളേജ് പെൺപിള്ളേർ തന്നെ ഷോർട്സ് ഇട്ട് അത്യാവശ്യം ക്രോപ്പ് ടോപ്പ് ഇട്ട് അവർ നെവലും കാണിച്ച് തൈസും കാണിച്ചൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ പെൺപിള്ളേർ സ്ലീവ്ലെസ് ഇട്ട് ഈ പറയുന്ന നെവൽ യൂഷ്വലാണ്. പക്ഷെ ഞാൻ വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. അയ്യോ നെവൽ, അയ്യോ ക്ലീവേജ്, തൈസൊക്കെ എന്ന് പറയുമ്പോൾ അവള് തൊടയൊക്കെ കാണിച്ച് നടക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും, ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ആ ഫാമിലിയിൽ ആ കൊച്ച് സ്കേർട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊന്നും ഉള്ളതല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ച് അതിന് അമ്മ എനിക്ക് സ്കേർട്ട് മതി, നീ ഷോർട്സ് ഇട്ടാൽ മതി. അമ്മ പറയണം നീ ഷോർട്സ് ഇട്ടാൽ മതി, നിനക്ക് ഷോർട്സാണ് ചേരുന്നത്. പക്ഷെ അവരത്രയും നമ്മളത്രയും കൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി വരികയാണ്. എന്നാണ് ഒരു അമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ മോൾക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ഷോർട്സ് ഇടുമ്പോൾ അവൾക്ക് കൊള്ളാം, അവൾ നല്ല നല്ല രസമുണ്ട് കാണും എന്നാ ഒരു അമ്മ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ സമൂഹവും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ കുറച്ചും കൂടെ പുരോഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പുരോഗമനത്തിൽ തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളവർ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് പുരോഗമനമൊന്നും തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ മൂടി പുതച്ച് നടക്കുന്ന ഈ ആൾക്കാരാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, മൂടി പുതച്ച് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും എന്താ പറയുക, ഇതിന് മൈൻഡ് വൈസ് പറയുകയാണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതേസമയം കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഓക്കെ തീർച്ചയായിട്ടും. ആക്ച്വലി ഞാനതൊരു പൊതുവെ പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ആയിട്ടോ, ഇത് മറ്റുള്ളവർക്ക് അത് തെറ്റായിരിക്കാം, എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ നോക്കിയെടുത്തോളം കാലം ഭയങ്കര പതിവ്രതകളാണ്, അല്ലെങ്കിൽ ഭയങ്കര വീട്ടുകാരുമായിട്ട് ഭയങ്കര ഇതാണ്, ഞാൻ ഭയങ്കര വീട്ടിൽ നല്ലവളാണ്, കുടുംബത്തിൽ നല്ലവളാണ്, ഞാൻ ഭയങ്കര ഇതായിട്ട് നടക്കുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന അവരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അവർ എന്താ പറയുക, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അനീഷിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ തോളിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ഓപ്പണായിട്ടാണ് അനീഷുമായിട്ട് ഫ്രണ്ട്ലി. ഇപ്പോൾ അനീഷ് ഒരു ബോയ് ഫ്രണ്ട്, അനീഷിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അനീഷ് എങ്ങനെയാണോ പഴകുന്നത്, സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ അനീഷിൻ്റെ കയ്യിൽ തോളത്ത് കയറുന്നതും അനീഷിനെ ഷേക്ക് ഹാൻഡ് തരുന്നതും അനീഷിനെ ഒന്ന് ഹഗ് ചെയ്യാണ്. അതൊക്കെ ആ ഒരു സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് അതൊക്കെ ഭയങ്കര, എനിക്ക് ആണുങ്ങളുമായിട്ടുള്ള അങ്ങനെയൊക്കെ പറയുന്നവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ മനസ്സിലായിരിക്കും കള്ളത്തരങ്ങൾ കൂടുതൽ. ഇവർക്കാണ് സമയം കിട്ടുമ്പോൾ ഇവർ എന്താ പറയുക, എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട്, അറിയാവുന്നവർ കുറേ പേര്. അതെ അത് തന്നെ. അവസരം കിട്ടുമ്പോൾ ഇവർ ഒന്ന് എന്നാൽ ആരും ഇല്ല, ആരും കാണില്ല എന്നുള്ളൊരു രീതിയിൽ. അതെ. എന്നാൽ പക്ഷെ നമ്മൾ പൊതുവെ നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ അത്രയും നല്ല ആൾക്കാർ അറിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു, ഇത് ഞങ്ങളുടെ പ്രോസ്പെക്ട് പറഞ്ഞല്ല, പുള്ളിക്കാരിയുടെ പറഞ്ഞാണ്, പുള്ളിക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. എന്തോ അനുഭവസ്ഥരാണ്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ആ ഒരു രീതിയിൽ. അല്ല, ഒരുപാട് ഫോട്ടോഷൂട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലോ അല്ലേ? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ അങ്ങനത്തെ ഷൂട്ടുകളുണ്ടോ? അതായത് ഈ കോസ്റ്റ്യൂം വേണ്ട, അത് വേണ്ടായിരുന്നു, പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുമല്ലോ നമുക്ക് അങ്ങനെ, അയ്യോ ഇത് വേണ്ടായിരുന്നു, കുറച്ച് എടുത്തുചാട്ടം ആയിപ്പോയോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ഷൂട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഷൂട്ട് വന്നിരിക്കുന്നതെല്ലാം അത്യാവശ്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ സോണിലാണ്. അതെ, എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നിട്ടാണ് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇച്ചിരി നേവൽ കാണിച്ചെന്ന് വെച്ചോ, ഇച്ചിരി ക്ലീവ് കാണിച്ചെന്ന് വെച്ചോ, തൈസ് കാണിച്ചെന്ന് വെച്ചോ, അതൊരു എന്താ പറയുക വൾഗാരിറ്റിയിലേക്ക് പോകുന്ന ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു വൾഗറായിട്ടൊരു ഷൂട്ട് ചെയ്തു എന്നെനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം എന്നെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ സംബന്ധിച്ച് ബിക്കിനി ചെയ്യുമോ, ബിക്കിനി വെച്ചിട്ടുള്ള ഷൂട്ട്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പിന്നെ ആ ഒരു സമയത്ത്, കാരണം വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബിക്കിനിയൊക്കെ ഇട്ട് എന്നെ ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത് ചെയ്തായിരുന്നെങ്കിൽ ഹസി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. കാര്യം വെച്ചാൽ കുറച്ചും കൂടെ റേഞ്ച് മാറി, സീരിയസ്ലി പറഞ്ഞാണ്, വേറെ ലെവലിലേക്ക് മാറി. ഒരിക്കലും ഇല്ല, കാരണം ഞാൻ എയർലൈനെ ഏറില്ല അത് വേറെ കാര്യം. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ കോസ്റ്റ്യൂം നോക്കിയിട്ട് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടാൽ എത്രമാത്രം സ്യൂട്ടബിൾ ആവും എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ആ കോസ്റ്റ്യൂം പറ്റുന്നതാണോ, ഈ കോസ്റ്റ്യൂം ഞാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അവരോട് തന്നെ പറയും, ഫോട്ടോഗ്രാഫേഴ്സിനോട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത്, ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് നിർത്തിയിട്ട് ഏതാണ്ട് 1 വർഷമായി. ഫോട്ടോഷൂട്ടിന് ഇപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ട് അധികം ചെയ്യാറേ ഇല്ല. അപ്പോൾ എന്നെ വിളിക്കുന്ന ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നവരെല്ലാവരും എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ മുണ്ടുടുത്ത് ബ്ലൗസും മുണ്ടും മാത്രമായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു ഏറ്റവും ആദ്യത്തേതായിരുന്നു അത്. അല്ലല്ല, അത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു 70, 80, 60 കാലഘട്ടങ്ങളുടെ ആ ഒരു മോഡലുള്ള അതെ ഒരു ചെറിയ അടുക്കള സീരീസ് പോലെ ഒരു സംഭവമൊക്കെ ചെയ്തത്. അപ്പോൾ എന്നെ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ എന്നെ സിനിമയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിലേക്ക് വിളിച്ചൊരു ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ആ ഒരു ഇതിലാണ്. എനിക്ക് സിനിമയിലേക്ക് വിളിച്ച് എന്താണ് പറഞ്ഞത്, ഇതാണ് ബ്ലൗസും മുണ്ടും ഈ ഒരു കോസ്റ്റ്യൂമാണ് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ആ ഒരൊറ്റ ഷൂട്ട് കൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെ അതിലേക്കായി പോയി എന്നുള്ളൊരു ഇതാണ്. കാരണം ഒറ്റ ഫോട്ടോഷൂട്ടോടുകൂടി ഞാൻ എന്നെ വിളിക്കുന്ന സിനിമയ്ക്കാണെങ്കിലും സീരിയലിനാണെങ്കിലും ഇപ്പോൾ ഇതിന് വിളിക്കുക, ഫോട്ടോഷൂട്ടിന് വിളിക്കുകയാണെങ്കിലും കോസ്റ്റ്യൂം ഇതാണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോലീസിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് മോഡേൺ ടൈപ്പും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കുന്നതും ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയാണ്, ഹസിയുടെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ഈ പറഞ്ഞ കോസ്റ്റ്യൂമും ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടും. അത് ചേഞ്ച് ചെയ്താൽ ഹസിക്ക് ചാൻസ് കിട്ടുമെന്ന് യാതൊരു വിധത്തിൽ നോക്കാൻ വേണ്ട. കാര്യം അങ്ങനെയുള്ളൊരു വിചാരത്തിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസിയുടെ നിന്നും അതായിരിക്കും അവർക്ക് വേണ്ടത്, അല്ലേ? അപ്പം വണ്ണം കുറച്ചു, നല്ല കുറച്ചു. പക്ഷെ അതിലേക്ക് വരണം, അത് കാണിച്ചുകൊണ്ട് തെറ്റൊന്നും പറയില്ല. അതൊരു സിനിമയാണ്, കലയാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യം തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മളെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു റോൾ ചെയ്തു, ആ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഒരു ക്യാരക്ടറൈസ് ചെയ്തെന്ന ഒരു സംഭവമാണ്. അതുപോലെയുള്ള ആ ഒരു സിമിലാരിറ്റി ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ആർക്കും അവർക്ക് വീണ്ടും വരിക. അപ്പോൾ അതേ ഒരു ടൈപ്പാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ ഒരു കോസ്റ്റ്യൂം വന്നപ്പോഴത്തേക്കും ആ കാറ്റഗറൈസ് ചെയ്ത് ആ ഇടയ്ക്ക് ഹസിയുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടാണ് വന്നിട്ടുള്ളത്. നേരെയുള്ള ഫോട്ടോഷൂട്ട് മീൻസ് സാരി ഉടുത്തതോ അല്ലെങ്കിൽ ചുരിദാറിട്ടോ ഒന്നും വന്നിട്ടില്ല. ഈ ക്ലീവേജും അതിങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ എക്സ്പെക്ടേഷൻ വരുന്നത്. അതുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പെഗ് അടിക്കും ഒരു ദിവസം? അയ്യോ, അത് ഞാനൊരു കള്ളു കുടിക്കുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല, കള്ളു കുടിക്കുന്നത് വെച്ചാൽ അതൊരു തമാശ രൂപേണ. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് എൻ്റെ ചെറുപ്പത്തിലെ ബാപ്പയുമായിട്ട് ബാപ്പ ഞങ്ങളെ ബാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ബാപ്പയുടെ ഒരു ഫേവറേറ്റ് ഒരു ഹോട്ടലുണ്ട്, പാലാഴി എന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത്. ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബാപ്പയ്ക്ക് മാത്രം വലിയ കുപ്പി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ പെപ്സി. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാപ്പയോട് വഴക്കുണ്ടാക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 5-6 വയസ്സ്, ആ ഒരു 3-4-5 വയസ്സ് ആ സമയം തൊട്ട് ബാപ്പ എനിക്കാണെങ്കിൽ ഈ ചെറിയ അതിൻ്റെ അടപ്പിൽ അന്ന് നീളം ബിയർ എനിക്ക് ഒഴിച്ചു തന്നെ. പക്ഷെ പുള്ളിക്കാരൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചവർപ്പ് കാരണം ഞാനത് കുടിക്കാതിരിക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഞാനത് എക്സ്പീരിയൻസ് ആയി കൊടുത്തല്ലേ. അല്ല, അതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ, കുപ്പിയൊക്കെ വെച്ചിട്ട് ഈ ബിയർ കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കുടിക്കുന്ന രീതിയിലുണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന ഒരു അത് കുടിച്ച് തീർത്തിട്ട് വെച്ചാണോ കുപ്പി അത് കയ്യിൽ? ബിയർ കുടിക്കുന്നതുകൊണ്ട് എന്താണ് അതിനകത്ത്? എനിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ച ഒരു ഫീല് മാത്രമേ ബിയർ കുടിച്ചിട്ട് തോന്നിയുള്ളൂ. എനിക്ക് നമ്മുടെ കൊക്കക്കോളയും സ്പ്രൈറ്റും കുടിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ എനിക്ക് ബിയർ ലിക്കറിലില്ല, ബിയർ മാത്രമേ അത് എത്രയോ ഈ ഷൂട്ടിന്റെ സമയത്ത് എന്തോ 2-3 പ്രാവശ്യം മാത്രം. ഫാമിലി ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകത്തില്ലേ വീട്ടിലൊക്കെ? കാര്യം മാരീഡ് ആണെന്നറിയാം. ഇപ്പം എന്താണ് അവസ്ഥ?
ആക്ച്വലി ഞാൻ ഈ മോഡലിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി കാണാം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക, വ്യത്യാസങ്ങളുണ്ടോ, അത് അന്തരങ്ങളുണ്ടോ? വ്യത്യാസങ്ങളല്ല, ഞങ്ങൾ തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന സമയത്ത് ഞങ്ങൾ മ്യൂച്വലായിട്ട് ഒരു വേണ്ടാന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അങ്ങനെ ഡിവോഴ്സ്ഡ് ആണ്.